ദിനേശ എനിക്ക് നിന്റെ ഡ്രസ്സ് ഇങ്ങോട്ട് ഊരി തന്നെ. നിനക്ക് വേറെ എന്തെങ്കിലും തിരുമ്പാണ്ടോ? സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചിട്ട് മേശേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. ദൂരത്താ അവിടെ തേങ്ങ വലിക്കാൻ ആള് വന്നിട്ടുണ്ട്. തിരുമ്പല് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. നീക്ക് ചെക്കാ എന്താന്ന് പരിപാടിയാണ്. സ്വപ്നം വരുന്നു. എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെ നശിച്ചു പോയി. ഞാൻ എന്റെ സ്വപ്നത്തിലെങ്കിലും മര്യാദക്ക് ജീവിക്കട്ടെ. ഇങ്ങനെ ഓരോ വേണ്ടാത്ത സ്വപ്നം കണ്ടിട്ടാ നിന്റെ അച്ഛൻ നേരത്തെ മേലേക്ക് പോയത്. അങ്ങേരുണ്ടാക്കി വെച്ച കട നീ അടുത്ത കാലത്തല്ലേ വീട്ടിൽ തീർത്ത്. എന്റെ പാവ അച്ഛൻ. അതിൽ കുറച്ചാളും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അതെ, അനക്കിന്ന് സ്കൂളിൽ പോവാല്ലേ? എന്താ ഡേറ്റ്? 13-ാം തീയതി. 13-ാം തീയതിയാ? 13 തിങ്കളാഴ്ച. ഒരു തേങ്ങ അങ്ങോട്ട് തീർച്ചിട്ടുണ്ട് മോളെ, അതും എടുത്തോ. പത്ത് മണിക്ക് കഴിക്കാൻ ഞാൻ 2 ഇഡ്ഡലി വെച്ചിട്ടുണ്ട് കേട്ടാ. വയ്യന്നെ നടന്നാലല്ലേ എന്നെ കിട്ടൂ. ആകെ ഞാനൊരു കേട്ടക്കാരുണ്ട്. 100 അടുത്ത് ഞാൻ എത്തുന്നു. എന്തെന്നാ പണിക്കാരിന്ന് വരുമോ മോനെ? ഇന്നുണ്ടാവില്ല, നാളെ ആയിരിക്കും ചിലപ്പോ. ഓ, നാളെ ഉള്ളൂ. അത് അങ്ങോട്ടേക്ക് ഭക്ഷണം വേണമെങ്കിൽ പറയാം. അമ്മേ, എപ്പ തുടങ്ങിയതാ? എന്തെങ്കിലും ഒന്ന് വന്ന് കഴിച്ചൂടെ? ഞോള വക കഴിപ്പിക്കേ. ഒരു സർവീസ് ഇപ്പൊ കഴിഞ്ഞല്ലോ. ഒന്ന് അവിടെ എവിടെയെങ്കിലും വെറുതെ ഇരുന്നൂടെ? എന്റെ പാട് നോക്കി പോടാ. എന്റെ 10 രൂപ ചാക്കിന്റെ പൈസ കയ്യിൽ കെട്ടി തൂക്കിയേക്കുന്നത്. ആരോടാ പറയുന്ന മോനെ? പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അനുസരിക്കണ്ടേ? നല്ല ടീമാ എല്ലാവരും. എന്റെ കയ്യിൽ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുക അടുത്ത പരിപാടി ഒപ്പിക്കാൻ. അതിന് എന്റെ ക്ഷേമ പെൻഷൻ ഇല്ലടാ വാങ്ങുന്നത്. അതെ, ആശുപത്രി ചെലവ് കഴിഞ്ഞ് ബാക്കി ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് പറയുന്ന യുവാ നോക്ക്. വന്നിട്ടാണേ. കൂലിന്റെ കാര്യല്ലേ, അത് കുഴപ്പമില്ലടാ. കഴിഞ്ഞ പ്രാവശ്യത്തോട് കണക്കാക്കി ഞാൻ തേങ്ങ എടുത്തിന്. മോനെ, ഈ പോയി വരുമ്പത്തിരി വെറ്റിലയും പുകയിലും കൊണ്ടുവരണേ. ഒക്കെ തീർന്നില്ല. ഓക്കെ. ഇതിന്റെ മുകളിൽ കയറിണ്ടായിരുന്നില്ല. അതെന്താ അതിനത്? ഈ മല ഞാൻ കേറിയാന്നല്ലോ. അല്ല, എൻ്റെ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് തേങ്ങയ്ക്ക് സ്ഥലം മാറിയായിരിക്കും. ഓറ് വരുന്നുണ്ട്. നവിനേ, ഇതൊന്ന് ശരിയാക്കി വെക്കണേ. ദിനേശ് സെക്കൻഡേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അദാലത്ത് കടന്നേ. നിങ്ങൾ അടയ്ക്കാണ്ട് കൂടിയിട്ട് എത്രയായത്? ടെൻഷൻ അടിക്കണ്ട. എന്നാൽ വേഗം പൈസ എടുത്തോളി. ബിനോയെ, ഒരു 13 ലക്ഷം റുപ്യ വരാനുണ്ട്. നീ പോകൂലേ? ശരി. ദിനേശ, നിന്റെ ലോണൊക്കെ ഞാൻ പാസ്സാക്കിയതാ. പക്ഷേ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോൾ ഒരു ഒബ്ജക്ഷൻ. എന്ത് ഒബ്ജക്ഷൻ? അതായത് ചേക്കൂട്ടിന്റെ പേരിലാണല്ലോ എൻ്റെ സ്ഥലം ഉള്ളത്. പക്ഷേ നിനക്ക് സ്ഥലം തന്നത് ദാമോദരനാണല്ലോ. അല്ല, ഈ ചേക്കുട്ടിയുടെ മോനാണ്. അതെ, എനിക്കറിയാം. ഈ അനന്തരാവകാശിയാണ് ദാമോദരൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് വക്കീൽ എഴുതിയത്. ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അതെ, സഹകരണ വകുപ്പിൽ അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇത് എടുക്കാണ്ട് പറ്റില്ല. എന്തായാലും ശരിയാക്കാം. എൻ്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരിയാക്കാം. പോട് 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 പോട്. ആയിക്കോട്ടെ. പാർട്ടീൻ്റെ ബാങ്കാന്ന് വിചാരിച്ചത് കൈ നിർത്തിയെടുക്കാൻ പറ്റുമോ? എന്നാ ഇത് രാമ, ഡോ ഇതാ സൊസൈറ്റിയിൽ കൊടുക്കുക. ശരി സാർ. എന്തേ രജിസ്റ്റർ? ടീച്ചർ എന്തിനാ എന്നോട് പണങ്ങി നടക്കുന്നത്? ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു, ടീച്ചർ അതെനിക്ക് തന്നില്ല. അപ്പം കിട്ടാത്ത ഞാനല്ലേ പണങ്ങേണ്ടത് അല്ലേ? ദിനേശ ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഞാനിതാ കുറിക്കല്യാണത്തിന് കുറ്റി അടിച്ചിരിക്കുക. ഇത് പിടിക്ക്, നീ വരണേ. എൻ്റെ ഞാൻ വലിയൊരു എമൗണ്ടാണ് പ്രതീക്ഷിക്കണേ. നന്നായി. ഞാൻ തന്നെ ലോൺ കിട്ടാനായിട്ട് വീട് പണി നിർത്തി വെച്ചിരിക്കുക. ഞങ്ങളൊരു കുറിക്കല്യാണം. മാഷിന് എൻ്റെ ഈ ജോലി ഒന്ന് സ്ഥിരമാക്കി തന്നൂടെ?
പിന്നെ ആ പെൻഡിങ് സാലറിയും കൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ വീട് പണി രണ്ടാമത് തുടങ്ങാം. സാറിന് എന്തെങ്കിലും കമ്മീഷൻ വേണോ? ഞാൻ ശരിയാക്കി തരാം. എടോ ഞാനിവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീരുമാനം ഉണ്ടാവുന്നത് തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ നിന്നാണ്. നമ്മുടെ സ്കൂള് പാർട്ടി നടത്തുന്ന ഒരു സ്കൂളല്ലേ, താൻ ആ വഴിക്കൊന്ന് ശ്രമിക്കേ. പക്ഷെ പിന്നെ വൈകുന്നേരം എനിക്കൊരു ചെറിയ പരിപാടി കവലയിലുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, തെരുവ് നാടകം, പെണ്ണ് കാണല്, വീട് പണി. ദിനേശ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ കയറിയ നന്നാവൂട്ടാ. നാളെ എന്തായാലും ഞാൻ വരാം സാർ. ബാഗ് എടുക്കട്ടെ. ഒരു 250 കോട്ടപ്പയർ. ലെനിൻ്റെയും മാക്സിൻ്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജൻറ്റായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഈ അർജൻറ്റായിട്ട് എന്നുള്ളത് വേണോ? എടോ എനിക്ക് അർജൻറ്റായിട്ട് ഒരു കല്യാണം വേണോ? പറയുന്നാട് ചെയ്താൽ മതി. എന്നാൽ അതിൻ്റെ കൂടെ പാർട്ടീൻ്റെ ചിഹ്നം കൂടി എടോ ഞാൻ കുറച്ച് സിംപിൾസിറ്റി അവതരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനെ പോലെ ചെയ്താൽ മതി. ഇതെന്താടാ ഇത്? ഇത് ഇന്നലെ ചെറിയൊരു നോർത്ത് കൊറിയൻ സാധനം പരീക്ഷിച്ച ചേച്ചി. നോർത്ത് കൊറിയൻ സാധനം വേറെ എന്തെങ്കിലും കയ്യിലുണ്ടാ? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ പോക്കറ്റിലെന്താ? പോക്കറ്റിലെന്താ? കൈ മാറ്റടാ. കൈ മാറ്റാൻ. ഇതെന്താടാ ഇത്? അതൊരു ഓലപ്പടക്കല്ലേ ചേച്ചി. കരച്ചിൽ നിർത്തടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മാതിരി പൊട്ടണ സാധനം കൊണ്ട് ഇതിനകത്ത് കയറായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പോടാ, പോയി കളഞ്ഞിട്ട് പോടാ. പോടാ, പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്കേന്ന് ഇത്. ഇങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. അയ്യോ ഓടിക്കോ! അത് ശരി, നിങ്ങളുടെ തിരക്കാക്കിലെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചൂടെ എല്ലാം സെറ്റ് ആയിരിക്കുന്നു. ഗിരി അവിടെ ഗിരിയേട്ടൻ വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പോണോ? ആ എടുക്ക് ചേച്ചിയെ. ഇതെങ്ങനുണ്ട്? നന്നായിണ്ട്. പ്രാവശ്യം ശരിയാവുന്നാണ് എൻ്റെ വിചാരം. നല്ലതാണ് ആ വിചാരം. അതെ, ഈ വാങ്ങിക്കുന്നൊക്കെ എപ്പോൾ തിരിച്ചു തരാനാ പ്ലാൻ? വെറുപ്പിക്കലടി, ഞാൻ തരാം. ഈ ചോദിക്കുമ്പോൾ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ്. അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോകണം ഞാൻ കിട്ടിയാ പോരെ? എടാ ഈ നാളെങ്കിലും പണിക്കാളെ വിടുവോ? എനിക്കിത് ഇവിടുന്ന് നേരിട്ട് വാങ്ങിയാൽ പോരേനു. 5 ലക്ഷം തന്നാൽ മതിയാ, പെട്ടെന്ന് വിടുന്ന് പറഞ്ഞാൽ. എടാ അമ്മേ, ദേ അച്ഛൻ. ഗിരി, നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഉണ്ടായതാരണം പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞു. ഇത്ര നേരായെന്ന് കാത്തിക്കന്. ഞാൻ പെണ്ണ് വേറെ ആരെയും കെട്ടിപ്പോയിണ്ടാവും. വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. ഇനി 1 മിനിറ്റോ? എനിക്ക് വല്ലാണ്ട് കിട്ടില്ല കേട്ടോ. എനിക്കത് തമാശയായിട്ട് തോന്നുന്നു.
അയ്യോ എനിക്ക് വയ്യ. ഇത് എന്താ കിരീട്ട ഇത്? അതേതാ കമ്പൈമിലാറ്റം കൊളുത്തിയതാ. ഇതെന്നെ ഞാനല്ല, ഇന്ന് സജിയ കൂടെ പോണ്ട്. ഗിരീനെ ഇങ്ങനെ ഒറ്റക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? സജി അല്ലെങ്കിൽ കേക്ക് കൂടെ പോകണമെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം? വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓനെ എങ്ങനെ വെറുതെ ചീത്ത പറയണ്ട. കൈ പൊള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എവിടെ നോക്കട്ടെ. ചേട്ടാ എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി നമ്മുടെ സൈറ്റിലെ പണിയുടെ എടാ, ഈ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ആ ഞാനേ ചോട്ടുക്കൂനെ കൂടി വിളിക്കട്ടെ. ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ തേതോ, പൈസ എടുക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി, 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്, ബാക്കി തേതോ. ഏടാ 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ? അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ? ശരിട്ടാ. അങ്ങനെയാണെങ്കിൽ മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അത് എന്ത് പറഞ്ഞാലും